ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഓരോ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്നാൽ പലരും തങ്ങളുടെ ജീവിതത്തിലെ ദൈവിക ഉദ്ദേശം പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഈ ലോകം വിട്ട് കടന്നു പോകുന്നു. അതിന് കാരണം പലതായിരിക്കാം. ഒന്നുകിൽ അവർ ദൈവിക ഉദ്ദേശം മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, അഥവാ മനസ്സിലായെങ്കിൽ കൂടി അതിൻ്റെ സമാപ്തിക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് കാണുകയില്ല. എന്നാൽ ശിംശോൻ്റെ കാര്യത്തിൽ അവനെക്കുറിച്ചുള്ള ദൈവഹിതം അറിഞ്ഞിട്ടും അതിനെ നിസ്സാരമാക്കി അവഗണിച്ചു. തൻ്റെ ജനനത്തിന് മുൻപ് തന്നെ അവനെക്കുറിച്ചുള്ള ദൈവനിയോഗം ഇന്നതാണെന്ന് ന്യായാധിപന്മാർ 13:5 പറഞ്ഞിട്ടുണ്ട്. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശിംശോൻ എന്തെങ്കിലും ചെയ്തതായി കാണുന്നില്ല. അതിനുവേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുകയോ അതിനായി ശ്രമിക്കുകയോ ചെയ്തതായി കാണുന്നില്ല. താൻ ചെയ്ത ഏക കാര്യം തൻ്റെ കോപശമനത്തിനു വേണ്ടി ചില ഫെലിസ്ത്യരെ അവിടെയും ഇവിടെയും കൊന്നു. ഇതിൽ ഇസ്രായേൽ ജനതയുടെ നന്മ എന്ന വിശാല ലക്ഷ്യം ഇല്ലായിരുന്നു. മറ്റ് ന്യായാധിപന്മാരെ പോലെയോ ഇസ്രായേലിലെ മറ്റ് നേതാക്കന്മാരെ പോലെയോ ശിംശോൻ ഇസ്രായേൽ ജനതയെയും യോദ്ധാക്കളെയും ഒന്നും വിശ്വാസത്തിൽ എടുത്തില്ല. ഫിലിസ്ത്യരെ നിശേഷം നിഗ്രഹിച്ചു. അവരുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുക എന്ന ദൗത്യം താൻ അവഗണിച്ചു. തൻ്റെ കഴിവ് കൊണ്ട് തൻ്റെ ഉദ്ദേശം നടപ്പാക്കുക എന്നതിൽ കൂടുതൽ ഒരു ലക്ഷ്യവും ശിംശോനില്ലായിരുന്നു. ഇത് ദൈവവചനാനുസരണം പ്രകാരം അല്ലെന്ന് മുന്നിലുള്ള പഠനത്തിൽ നാം മനസ്സിലാക്കിയല്ലോ. ചരിത്രം പരിശോധിച്ചാൽ മോശയ്ക്ക് അഹരോനും, ദാവീദിന് യോനാഥാനും, പൗലോസിന് ബർന്നബാസും ശീലാസും കൂട്ടാളികൾ ആയിരുന്നു. എന്നാൽ ശിംശോന് അങ്ങനെ ആരുമില്ലായിരുന്നു. തനിക്ക് താൻ മാത്രം. ദൈവം പോലും അവന് ആവശ്യമില്ലായിരുന്നു. തൻ്റെ സ്വയത്തെ മരിക്കാൻ അനുവദിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം സാധ്യമാക്കുവാൻ കഴിയുകയുള്ളൂ. തന്നെക്കുറിച്ചുള്ള ദൈവനിയോഗം കൈവരിക്കുന്നതിൽ നിന്നും ശിംശോൻ്റെ ശ്രദ്ധയെ സാത്താൻ വ്യതിചലിപ്പിച്ചു കൊണ്ടേയിരുന്നു. അത് ജീവിതാവസാനം വരെ തുടർന്നു. അതുകൊണ്ട് തൻ്റെ വിളിയുടെ ലക്ഷ്യപ്രാപ്തിക്കായി ശിംശോൻ്റെ ഹൃദയം ഒരുക്കപ്പെട്ടില്ല. ഒരു വ്യക്തിയുടെ സന്തോഷം ഏത് വിഷയത്തിലാണെന്നുള്ളത് സാത്താൻ വ്യക്തമായി അറിയാം. ശിംശോൻ്റെ കൺമുൻപിൽ കൂടി ഫിലിസ്ത്യ യുവതികളെ കടത്തിവിട്ട് അവൻ്റെ ശ്രദ്ധയെ വേറൊരു ദിശയിലേക്ക് തിരിച്ചു. ദൈവജനം ജാഗരൂകരായിരുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടം സംഭവിക്കാം. ദൈവവചനത്തിൽ ഇതിന് പല ഉദാഹരണങ്ങളും ഉണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം പല രീതിയിൽ സാത്താൻ തൻ്റെ പദ്ധതി നടപ്പാക്കി. ജനത്തെ എണ്ണുവാൻ സാത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. സ്വസ്ഥമായിരുന്നിടത്ത് ദൈവകോപം ഉണ്ടായി. ദൈവിക പദ്ധതിയിലില്ലാത്ത കാര്യങ്ങൾ വ്യക്തികളുടെ സ്വയത്തെ ഉത്തേജിപ്പിച്ച് സാത്താൻ നടപ്പാക്കുന്നു. ലക്ഷ്യപ്രാപ്തിക്ക് ശിംശോന് വിലങ്ങുതടിയായിരുന്നത് അവനിലെ സ്വേച്ഛയും അതിൽ നിന്നുടലെടുത്ത സ്വഭാവ വൈകല്യങ്ങളും ആയിരുന്നു. തന്മൂലം താൻ ഒരിക്കലും തെറ്റിനെക്കുറിച്ച് അനുതപിച്ചില്ല. തൻ്റെ അവസാനത്തെ പ്രാർത്ഥനയിലും അനുതാപത്തിൻ്റെ ഒരു വാക്കുപോലും ഇല്ലായിരുന്നു. എന്നാൽ അതിൽ സ്വയം നിറഞ്ഞു നിന്നിരുന്നു. ന്യായാധിപന്മാർ 16:28 എന്നെ ഓർക്കണമേ ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിന് വേണ്ടി എനിക്ക് ശക്തി. ജീവിതം മുഴുവൻ സ്വാർത്ഥതയിൽ ജീവിച്ചു. അവസാനത്തെ പ്രാർത്ഥനയിൽ പോലും തൻ്റെ വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുമുള്ള ബോധ്യത്തിൽ നിന്നുള്ളതല്ലായിരുന്നു, മറിച്ച് അത് പ്രതികാരത്തിൻ്റേതായിരുന്നു. ന്യായാധിപന്മാർ 13:5 ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ ഒരു ചിത്രം കാണാം. പൂർണ്ണമായി ലക്ഷ്യം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ. ഈ സംഭവങ്ങളും ചരിത്രങ്ങളും നമുക്കൊരു ദൃഷ്ടാന്തമായിരിക്കുന്നു.
നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ മുഖ്യ ലക്ഷ്യം എന്ന ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കാത്ത അവസരങ്ങളുണ്ടായിട്ടില്ലയോ? ദൈവഹിതത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ലയോ? പല പ്രധാന കാര്യങ്ങൾ നമ്മുടെ സമയത്തെയും ശ്രദ്ധയെയും കാർന്നു തിന്നാറില്ലേ? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നാം നമ്മെ തന്നെ പരിക്ഷീണരാക്കാറില്ലേ? മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ നിൽക്കണമെന്ന വ്യാമോഹം നമ്മെ ഭരിക്കാറില്ലേ? ധനമോഹം നമ്മെ വേട്ടയാടാറില്ലേ? 1 തിമോത്തിയോസ് 6:10. ധനമോഹത്താൽ കുരുടാക്കപ്പെട്ടവരുടെ മധ്യത്തിൽ ധനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? എലീശ ഗേഹസിയോട് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. 2 രാജാക്കന്മാർ 5:26. ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? റോമാലേഖനം 8:19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ ആകാംക്ഷ ധനസമ്പാദനവും അധികാരവും പദവിയും സുഖലോലുപത്വവുമായി ചുരുങ്ങി നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കാറില്ലേ? കുടുംബ പ്രശ്നങ്ങൾ, സഭയിലെ ഭിന്നതകൾ, സാമൂഹ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ജോലിസ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ, സഹവിശ്വാസികളുമായുള്ള അകൽച്ച, ഇവയെല്ലാം നമ്മെക്കുറിച്ചുള്ള ദൈവിക ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് തടസ്സങ്ങളാണ്. ഈ വക പ്രശ്നങ്ങളിൽ കുടുങ്ങി നാം നമ്മുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുന്നു. സാത്താൻ വെച്ച് നീട്ടുന്ന ആകർഷകമായ പല സമ്മാനങ്ങളുടെയും പുറകെ പോയി നമ്മുടെ പ്രധാന ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച് എങ്ങും എത്താതെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നു. ദൈവം ഇതാണോ നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ ലോകത്തിലെ ജീവിതം ദൈവഹിതപ്രകാരവും നമ്മുടെ പ്രവർത്തനങ്ങൾ നിത്യതയോട് ബന്ധപ്പെട്ടതുമായിരിക്കട്ടെ. നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവത്തെ ഏൽപ്പിക്കാം. ശിംശോൻ്റെ ദൃഷ്ടാന്തം നമുക്കൊരു പാഠമായിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.